ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന വീടിൻ്റെ പ്രോബ്ലം നോക്കാൻ വേണ്ടി വന്നതാണ്. വേറൊന്നുമല്ല, നമുക്ക് ഇവിടെ കറണ്ട് ബില്ല് കൂടുതലാണ്, അതേപോലെ ചില ഭാഗങ്ങളൊക്കെ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു 4-5 വർഷം മാത്രം ആയതേ ഉള്ളൊരു വീട്, പക്ഷേ ആ വീടിൻ്റെ കോലം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പണി കാണാൻ വേണ്ടി, അതായത് നമ്മുടെ വർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മയിലും വന്നിട്ടുണ്ട്. ഒരു മയിലും വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, കണ്ടില്ലേ, വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കാം. ആദ്യം തന്നെ നമ്മൾ ഡി വിയുടെ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 20-16 MCBകളല്ലാതെ അതിൻ്റെ അകത്ത് ELCB അതായത് RCCB പോലും ഇല്ല. കുറച്ച് 20ൻ്റെ MCBകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡി ബി അഴിച്ചപ്പോൾ അതിൻ്റെ ഉൾഭാഗം കണ്ടത് ഉള്ളിൽ ദാണ്ട് ഇതേപോലെയാണ് ഇരിക്കുന്നത്. 20ൻ്റെയും അതേപോലെ 16ൻ്റെയും MCBകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ELCBയോ RCCBയോ ഇതിൻ്റെ അകത്തില്ല. അതേപോലെ തന്നെ ഈ ബോക്സിൻ്റെ അകത്ത് നിറച്ച് മണ്ണുകളാണ്, അതേപോലെ ചില വയറുകൾ ഊരിയും വിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ച് നോക്കുകയാണ്. ചിലതിന് വാല്യൂ ഉണ്ട്, ചിലതിന് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് അഴിച്ചിട്ട് നോക്കുമ്പോൾ ഇതിലെ ചില വയറുകൾ അല്ലാതെ തന്നെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കുവാണ്. അതിന് ഇൻസുലേഷൻ ടേപ്പ് പോലും അടിച്ചിട്ടില്ല, അത് അല്ലാതെ തന്നെ വിട്ടേക്കുവാണ്, അത് ബോഡിയായിട്ട് തന്നെ അങ്ങ് വിട്ടേക്കുവാണ്. അതെന്താണെന്ന് യാതൊരു പിടുത്തമില്ല. ഇതിനു മുമ്പ് വന്ന് അവർ നോക്കിയതാവാം, ആരാന്നറിഞ്ഞുകൂടാ. ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടെസ്റ്റ് വാല്യൂ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കി ചിലതിനൊന്നും വാല്യൂ ഇല്ല. അങ്ങനെ ഒരു ബോക്സുകൾ അഴിച്ച് നോക്കുമ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്, കണ്ടില്ലേ, ഉറുമ്പുകൾ മണ്ണ് കൊണ്ടിട്ടേക്കുന്നതാണ് ഈ ബോക്സിൻ്റെ അകത്ത് നിറച്ച്. ഇതുപോലെയാണ് എല്ലായിടത്തും. അതുകൊണ്ട് നമ്മൾ എല്ലാ ബോക്സുകളും ഒന്നേന്ന് പറഞ്ഞു വാല്യൂ കുറഞ്ഞ ഭാഗത്തെ എല്ലാ ബോക്സുകളും നമ്മൾ ഇതേപോലെ ഒന്ന് അഴിച്ച് നോക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ അഴിച്ച് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡി ബിയുടെ അവസ്ഥയെന്നാണ് ഇത് തന്നെയാണ് കണ്ടത്. ഡി ബിയുടെ അകത്ത് തന്നെ ഇതേപോലെ മണ്ണുകളാണ്. അതേപോലെ ഇവിടെ ഒരു ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പം കണ്ടുപിടിച്ചതാണ്. നേരത്തെ ഫുള്ളും തേച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ സൈഡിൽ കൂടെയാണ് സർക്യൂട്ടുകളെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു ലൈൻ ഊരിക്കളഞ്ഞതിൻ്റെ വയറാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, ഫുള്ളും ഉറുമ്പ് തിന്ന് പോയതാണ് ഈ കാണുന്ന കേബിൾ. ഉറുമ്പ് തിന്ന് കേബിൾ മുറിഞ്ഞ് ദാണ്ട ഇതേപോലെ മുറിഞ്ഞിരിക്കുകയായിരുന്നു. ഇതാണ് ഔട്ട് സൈഡ് ഭിത്തിയിലോട്ട് ടച്ചായി ഇരുന്ന് അത് ഈർപ്പം പിടിക്കുമ്പോൾ കറണ്ട് ഷോക്ക് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ELCB അതായത് RCCB ഇല്ലാത്തതിൻ്റെ മെയിൻ പ്രോബ്ലം ഇതായിരുന്നു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആ ട്രിപ്പിംഗ് എങ്കിലും ആയേനെ. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ലീക്കേജ് സംഭവിച്ച് കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. പക്ഷേ 2 റൂമുകൾ വഴിയാണ് കിച്ചണിലോട്ട് തന്നെ സർക്യൂട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ച് നീക്കാനുള്ള യാതൊരു ഇതുമില്ല. അപ്പോൾ അങ്ങനെ വലിച്ച് അനക്കി നോക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും പിടിച്ചേ, ഞാൻ ഇങ്ങോട്ട് വലിക്കട്ടെ, വലിച്ച ഊരി വരുമോ? അവിടുന്ന് ഊരി വിടാനാ പറഞ്ഞ, ഫ്രിഡ്ജിൻ്റെ അവിടുന്ന്. അപ്പോൾ നീ അവിടുന്ന് പിടിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട്, അതോ ഡയറക്റ്റ്? ഇതിൽ നിന്ന് നമ്മൾ പൈപ്പുകളിൽ നിന്ന് ഊരിക്കളഞ്ഞ വയറുകളാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, എന്തോരം വയറുകളാണ് ഈ കിടക്കുന്നത് അറിയാം. ഇത് ഒരെണ്ണം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വയറിൻ്റെ അവസ്ഥ അതാണ്ട് ഇതേപോലെയാണ്. ഇതേപോലെ സ്ലീവ് പോയിട്ടാണ് മൊത്തവും വയറുകളും ഉള്ളത്. അപ്പോൾ എന്തോരം നഷ്ടമാണെന്ന് നോക്കിക്കോണം. ഔട്ട്സൈഡിൽ കാണുന്ന പൈപ്പുകൾ വഴിയൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മളുള്ള ലൈനിൽ നിലനിർത്തി, നല്ല ലൈനിൽ നിർത്തി, അതിൻ്റെ കൂടെ പുതിയ കേബിളുകളും വലിച്ചിറക്കി നമ്മൾ MCBകളും അതേപോലെ RCCBയും സെറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ഇരുന്ന MCBകളെല്ലാം മാറ്റി 6 ആംപിയറിൻ്റെയും അതുപോലെ 10 ആംപിയറിൻ്റെയും നമ്മൾ MCBകൾ നമ്മളിത് കൊടുത്തു. ഫ്രിഡ്ജിന് 10 ആംപിയർ, അതേപോലെ റൂം സർക്യൂട്ട് എല്ലാം നമ്മൾ 6 ആംപിയർ കൊടുത്തു. മിക്സി ഗ്രൈൻഡറിനൊക്കെ നമ്മൾ 10നും കൊടുത്തു. അതുപോലെ ഒരു RCCBയും വെച്ചു. അങ്ങനെ ബോർഡും എല്ലാം സെറ്റാക്കി നമ്മുടെ ബോർഡ് വയറും ബോർഡ് എർത്തിങ്ങും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നതെല്ലാം പഴയ ബോക്സും ഷീറ്റുമാണ്. അത് നമ്മൾ അതുപോലെ നിലത്തിർത്തുന്നുണ്ട്. അത് കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ ഇതിൽ കാണുന്ന പഴയ സ്വിച്ചുകൾ നമ്മൾ കംപ്ലൈൻ്റ് ആയ സ്വിച്ചുകൾ മാത്രം മാറ്റിയിട്ട് പഴയ സ്വിച്ചുകളും പ്ലേറ്റുകളും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഇവിടെയൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തൊരു സ്ഥിതി വന്നപ്പോഴാണ് നമ്മൾ അവിടെയൊക്കെ പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഇതുപോലെ പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വയറുകൾ നമ്മൾ ഇതിൽ നിന്ന് ഊരിക്കളഞ്ഞാണ്. ഇതൊക്കെ കൊണ്ടാണ് മെയിനായിട്ടും നമുക്ക് കറണ്ട് ലീക്കേജ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, പ്രധാനമായും വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് വന്നവർ ഇവിടെയൊക്കെ കിടന്ന ഫാനുകളെല്ലാം അടിച്ചു പോയതാണ്, ഇതേപോലെ ഷോർട്ട് സർക്യൂട്ടായി അടിച്ചു പോയതാണ്. അങ്ങനെ ഇതിന് മുമ്പ് വന്നവരെന്നാണ്ട് നമ്മൾ ഇതിൽ വെച്ചിരുന്ന ELCB എന്നാണ്ട് ഊരിക്കളഞ്ഞിട്ട് അല്ലാതെ ഡയറക്റ്റ് കൊടുത്തിട്ട് പോയതാവാം എന്നാണ് ഒരു തോന്നൽ. പക്ഷേ ഇവിടെ ഒരു പ്രായമുള്ളവരായതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് ഓർമ്മയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഡയറക്റ്റ് നമ്മളെ ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് മകൻ വിളിച്ച് പറഞ്ഞ് നമ്മൾ വന്ന് പ്രോബ്ലം നോക്കിയതാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ഫുള്ളും ക്ലിയർ ചെയ്ത് സിറ്റ് ഔട്ടും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി നമ്മൾ ഇവിടുത്തെ ലൈനെല്ലാം പുതിയതായിട്ട് വന്നു. ഇവിടെ നിന്നും ലൈനുകൾ മോശമായിരുന്നു, അതേപോലെ ബെല്ലിൻ്റെ അതേപോലെ ഇതുപോലെ മോശമായിരുന്നു. നമ്മൾ ബെൽ പുഷൊക്കെ വെച്ച്, പ്ലേറ്റ് മാത്രം നമ്മൾ അതുപോലെ ഉള്ളൂ. അങ്ങനെ DBയും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തതിന് നമ്മൾ ഇനി വാല്യൂ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, അതായത് ഇൻസുലേഷൻ അടിച്ച് നോക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഓരോ സർക്യൂട്ടും നമ്മൾ വലിച്ച ഓരോ സർക്യൂട്ടിൻ്റെ ഇൻസുലേഷൻ ഇതിനോടൊപ്പം തന്നെ അടിച്ച് നോക്കുന്നുണ്ട്. അപ്പം ഓരോന്നിനും വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ വാല്യൂ കുറഞ്ഞു വരുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നേരത്തെ കാണിച്ചില്ല സ്വിച്ചിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തത് കൊണ്ടാണ് ചിലതിനകത്ത് വാല്യൂ തീരെ നല്ല വാല്യൂ ചെറുതായിട്ട് കുറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്ത് വാല്യൂവിൻ്റെ അകത്ത് വേരിയേഷൻസ് ഉണ്ടാകും, അതുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ എർത്ത് ടു ന്യൂട്രൽ, അതേപോലെ എർത്ത് ടു ലോഡ് കൺട്രോളുകൾ, അതേപോലെ ന്യൂട്രൽ ടു ലോഡ് കൺട്രോൾ, അങ്ങനെയാണ് നമ്മൾ ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ച് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ വലിച്ച കേബിളിൻ്റെ അകത്തും അതുപോലെ നേരത്തെ കേബിളിൻ്റെ അകത്തും എത്രത്തോളം നല്ലതുണ്ട് എന്ന് എത്രത്തോളം വാല്യൂ കിട്ടുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ ടെസ്റ്റ് അടിച്ച് നോക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈനും കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മൾ ചാൽവാക്കിയിട്ടുണ്ട്. അങ്ങനെ സപ്ലൈ ഇതാണ് നേരെ എത്തി, താഴത്തെ എല്ലാ ടെർമിനലും എത്തി. 2-3 പവർ ലൈനുകളെ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡയറക്റ്റ് സെപ്പറേറ്റ് ചെയ്തു. കാരണം പിന്നീട് ഒരു സമയത്ത് ഇൻവെർട്ടർ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് കൊടുത്തത്. അതുപോലെ ടെസ്റ്റ് ബട്ടൺ അടിച്ചു. RCCB മില്ലറിൻ്റെ ആണ് ഇരിക്കുന്നത്, RCCB വർക്കിംഗ് ആണ്. നമുക്കിത് 3 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് നമുക്ക് RCCBക്ക് ഉണ്ട്. അതുപോലെ MCBയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ലൈൻ ചാൽവ് ചെയ്തു. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ പുതിയ ട്യൂബൊക്കെ നമ്മൾ വെച്ചാണ്, നേരത്തെ ബൾബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പുതിയ ട്യൂബും അതുപോലെ ബൾക്കറ്റും അതുപോലെ ടോപ്പ് ലൈറ്റും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് വെച്ചാണ്, നേരത്തെ ചെറിയ ബൾബുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എർത്ത് ടു ന്യൂട്രൽ നമ്മൾ ഇതുപോലെ വയറ് കൊണ്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്, വീട്ടുകാരെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. അതേപോലെ ഫേസ് ഇനി അടുത്ത കാണിക്കുന്നത് ഫേസ് ടു ന്യൂട്രലാണ്. കണ്ട് നോക്കിക്കോണം, ഫേസ് ടു ന്യൂട്രൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ MCB ട്രിപ്പായി. നേരത്തെ എർത്ത് ടു ന്യൂട്രൽ ടച്ച് ചെയ്തപ്പോൾ RCCB ട്രിപ്പായി. ഇപ്പം ഫേസ് ടു ന്യൂട്രൽ ടച്ച് ആക്കിയപ്പോൾ നാണ്ടെ 6 ആംപിയറിൻ്റെ MCB ട്രിപ്പായി. അപ്പോൾ ഇതുപോലെ ആംപിയർ നോക്കി വേണം MCBകൾ സെലക്ട് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ MCB ട്രിപ്പ് ആവത്തില്ല. അതേപോലെ നമ്മൾ ട്രിപ്പ് ബട്ടൺ ഒന്ന് അടിച്ച് കാണിക്കുവാണ്, ട്രിപ്പ് ബട്ടൺ അടിച്ച് കാണിച്ചിട്ട് ഓക്കെ ആക്കി. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇതുപോലെ ബൾക്കറ്റും അതുപോലെ ടോപ്പ് ലൈറ്റും, ഇവിടെ നിന്ന് ട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സൈഡുകളെല്ലാം നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തു. പഴയ സ്വിച്ചുകൾ നല്ലത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് സ്വിച്ചുകൾ മാത്രമേ മേടിക്കേണ്ടി വന്നുള്ളൂ, അതേപോലെ കുറച്ച് വയറുകളും മേടിക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി, DVയും സെറ്റാക്കി, കവറും ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ DVയുടെ തൊട്ട് മേളിൽ ഏതൊക്കെയാണ് സർക്യൂട്ട് പോകുന്നത് എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പണി കാണാൻ വേണ്ടി നമ്മൾ മൈലാഷൻ വീണ്ടും വന്നു. അങ്ങനെ വീണ്ടും മൈലാശനും വന്നു. അവിടെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. മേളിൽ തൊപ്പിയുണ്ട് മയിലിന്. ഇത് ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തു. മിക്ക വീട്ടിലും വരുന്ന ഒരു പ്രോബ്ലമാണ് കറണ്ട് ബില്ല് കൂടാനുള്ള മെയിൻ കാരണം. എന്തായാലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.